ആ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചെറിയൊരു ടെമ്പിൾ ഡേറ്റിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയാൻ നേരത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ 2 അമ്പലങ്ങളിലോട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. ആദ്യത്തെ സ്ഥലം എന്ന് പറയാൻ നേരത്ത് ഏകദേശം 8.5 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ത്രേതയുഗയുടെ സമയം തൊട്ടേ ഇതുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാമായണ പ്രകാരം രാമനും ലക്ഷ്മണനും ഹനുമാനും കൂടെ സീതയെ അന്വേഷിച്ച് പോയ സമയത്ത് ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ കയറിയായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്ത്. അപ്പോഴത്തേക്കും രാമന് തോന്നി ഇവിടെ സുബ്രഹ്മണ്യൻ്റെ ഒരു വിഗ്രഹം സ്ഥാപിച്ചാലോ എന്ന്. അങ്ങനെ സുബ്രഹ്മണ്യൻ്റെ അനിയനായിട്ടുള്ള അയ്യപ്പനോട് ഇവർ അനുവാദം ചോദിച്ച് അയ്യപ്പന് അനുവാദം കൊടുത്ത് അങ്ങനെ വിഗ്രഹം എടുക്കാൻ വേണ്ടി ഹനുമാനെ പറഞ്ഞു വിട്ട്. ഹനുമാൻ വരാൻ ഒരുപാട് ലേറ്റ് ആയപ്പോഴത്തേക്കും രാമൻ എന്ത് ചെയ്ത് പുള്ളിയുടെ കയ്യിലുള്ള പെരുവള ഊരി വിഗ്രഹമായിട്ട് അങ്ങ് സ്ഥാപിച്ച്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് പെരുവളശ്ശേരി എന്ന് പേര് വീണത്. കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞ് പിന്നെ അത് പെരളശ്ശേരി എന്നായിട്ട് മാറി. ഇവിടുത്തെ ആൽമരത്തിന് ചവിട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണും. ഇഷ്ടം പോലെ ആലിലകൾ അവത്തിൽ കുറേ കല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ സംഭവം എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൽമരത്തിൽ നിന്നും കൊഴിഞ്ഞ് വീഴുന്ന ഏതെങ്കിലും ഇല എടുത്തിട്ട് ജീവിതത്തിൽ നമുക്ക് നടക്കണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ഓരോ കല്ലെടുത്ത് വെക്കണം. അപ്പോൾ 10 ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 കല്ല് വേണമെങ്കിൽ വെക്കാം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് നിലത്ത് തപ്പിയാൽ കിട്ടത്തില്ല, വല്ല മതിലിൽ നിന്നും പറിച്ച് വെക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഇവിടെ അന്യമതക്കാർക്ക് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കാൻ നേരത്ത് തലേ തൊപ്പിയൊക്കെ ഉള്ള ഒരു സിഖുകാരനൊക്കെ ഇറങ്ങി പോകണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ 2 ക്രിസ്ത്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലക്കുളത്തിൽ വന്ന് പുള്ളി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവിടേക്കും അന്യമതക്കാർക്ക് പ്രവേശനം ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ പറതിട്ട ചേച്ചിമാരൊക്കെ ഞാൻ അമ്പലക്കുളത്തിൽ കാണുകയും ചെയ്തായിരുന്നു. ആക്ച്വലി 3 കാസ്റ്റിൽപ്പെട്ട ആൾക്കാരും ഇവിടെ അന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതുങ്ങളെല്ലാം വന്ന പാടെ തന്നെ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റേ സീമാട്ടിയിലെ പരസ്യം പോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഒരുത്തനാണെങ്കിൽ മതിലിൻ്റെ മുകളിൽ കയറി നിന്ന് വീഡിയോ എടുപ്പാണ്. പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ മീനിൻ്റെ അടുത്തോട്ട് പോയിട്ടാണ് കേട്ടാ. പിന്നെ അമ്പലത്തിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ നേരത്ത് തന്നെ ഈ ഒരു പോണ്ടിൻ്റെ ആർക്കിടെക്ചർ, പിന്നെ അകത്തുള്ള മീനുകളാണ്. എല്ലാവരും പോണവരും വന്നിട്ട് ഈ വെള്ളത്തിൽ കാല് വെക്കുന്നുണ്ട്. അതായത് മീൻ വന്ന് കൊത്തുന്നതായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊരു ഇക്കിളി എടുക്കും. മീനെന്ന് പറയാൻ നേരത്ത് തിലാപ്പിയ, എന്തായിരുന്നു, കോഴിക്കാർപ്പൊക്കെ നല്ല വലിയ മുഴുത്ത സൈസുണ്ട്. രോഹു, കട്ട്ല ഇതൊക്കെയാണുള്ളത്. കൊത്തുന്ന കാണാൻ മേലെ. അങ്ങനെ കൊത്തി കുറച്ചു നേരം കഴിയാൻ നേരത്ത് മറ്റേ കാലിലിട്ട് മീൻ ഹൈക്കി വെച്ച പോലെ ഇരിക്കും. അവിടെ ഇവിടെയൊക്കെ ചുവന്നിരിക്കും. കാല് വെക്കുമ്പോൾ തന്നെ മറ്റേ ഇക്കിളെടുക്കുന്ന പോലെയാണ് ഇത് കൊത്താൻ നേരത്ത്. ഡ്രസ്സൊന്നും ഇല്ലാണ്ട് കുളിക്കാനും ഇവിടെ പറ്റത്തില്ല, പ്രത്യേകിച്ച് ബോയ്സിന്. അയ്യോ, നിങ്ങൾ ബാക്കി കഥ കേട്ടില്ലല്ലോ. ഹനുമാൻ കുറച്ച് വൈകിയാണെങ്കിലും മുരുകൻ്റെ വിഗ്രഹം കൊണ്ട് വന്നു കേട്ടാ. അപ്പോഴത്തേക്കും പെരുമള മാറ്റാൻ പോയപ്പോഴാണ് അവിടെ ഒരു സർപ്പം വന്നിട്ട് പറ്റില്ല, ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹനുമാനെ വിലക്കി. അപ്പം അങ്ങനെ പിന്നീട് ഈ ഒരു അമ്പലത്തിൽ സർപ്പങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ഇവിടെ സർപ്പങ്ങൾക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നത് കോഴിമുട്ടയാണ് കേട്ടാ. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള കരിമ്പ് ജ്യൂസ് കടയിൽ നിന്ന് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അടുത്തായിട്ട് പോകുന്നതെന്ന് പറയാൻ നേരത്തെ ഏകദേശം 700ഓളം വർഷം പഴക്കമുള്ള മറ്റൊരു അമ്പലത്തിലോട്ടാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് കള്ളും മീനുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ടുള്ള ശ്രീ മുത്തപ്പന് നമ്മൾ വഴിപാടായിട്ട് നേരുന്നത്. അപ്പോൾ സ്ഥലം മറ്റൊന്നുമല്ല, പറശ്ശിനിക്കടവാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആർക്കും വരാം. അതായത് പെരളശ്ശേരിയിലെ പോലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതായത് ഇവിടുത്തെ വിഗ്രഹമായിട്ടുള്ള ശ്രീ മുത്തപ്പൻ എന്ന് പറയുന്ന ആൾ ഈ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു ദൈവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ അടിച്ചമർത്തലെന്ന് പറയാൻ നേരത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും അനുഭവിക്കുന്നതാണല്ലോ. സോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. ഇവിടെ എന്ന് പറയാൻ നേരത്ത് ഈ ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു അമ്പലം. അമ്പലത്തിലോട്ട് എത്താൻ വേണ്ടി കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ പഴനി അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ നമ്മൾ നടക്കത്തില്ലേ, അതുപോലെ നടക്കേണ്ടി വരും. ഇഷ്ടം പോലെ കടകളാണ്, ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. ഇതിന് ടൈമിംഗ് എന്ന് പറയാൻ നേരത്ത് രാവിലെ 4 മണിക്ക് തുറക്കും, രാത്രി 12 മണിക്ക് നടക്കും. നമ്മൾ കയറാൻ നേരത്ത് തന്നെ ഇവിടെ ഫുഡ് ഉച്ചക്ക് കൊടുക്കുന്നതായിരിക്കും. അത് 2 മണി 2:30 വരെ എങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ വരാൻ നോക്കുക. ഭയങ്കര വലിയ ക്യൂ ആയിരിക്കും. ക്യൂ ആണെങ്കിലും സംഭവം പെട്ടെന്ന് തീരും കേട്ടാ. ഒരുത്തനാണെങ്കിൽ നമ്മുടെ കൂടെ റൈറ്റ് സൈഡിൽ സോക്സൊക്കെ ഇട്ടാണ് കയറിയിരിക്കുന്നത്. ഷൂ ആണെന്ന് പറഞ്ഞിട്ട് അവന് സോക്സ് അടിക്കാൻ കഴിയാത്തതുകൊണ്ട് സോക്സ് ഇട്ട് കയറി. അവിടുത്തെ വെള്ളം ഫുള്ള് ചവിട്ടി ആ സോക്സ് മറ്റേ അവിയൽ വരുവായി. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടാ. പെണ്ണുങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഫ്ലോറിലാണ് കഴിക്കാൻ പറ്റുന്നത്, ആണുങ്ങൾക്ക് അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ ചോറ്, സാമ്പാർ, മോരൊക്കെയാണ് ഞങ്ങൾക്ക് അന്ന് ഉച്ചക്കത്തെ ഊണിന് കിട്ടിയത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നടയുടെ അകത്ത് വരും പട്ടികൾ കിടപ്പുണ്ടായിരിക്കും. പട്ടികൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ഏക അമ്പലം ഇതാണെന്ന് തോന്നുന്നു. ഞാൻ വേറെ എങ്ങും നടയുടെ അകത്ത് പട്ടികളെ കണ്ടിട്ടില്ല. പട്ടികളെയൊന്നും ആരും പിടിക്കുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാണ് കള്ളും മീനും പ്രസാദമായിട്ട് കൊടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ നമുക്കത് വാങ്ങുന്ന കാര്യം ശ്രമിക്കുമായിരുന്നു. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പുഴയുണ്ട്. അവിടെ ബോട്ടൊക്കെ ഓടിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ സ്പീഡ് ബോട്ടുണ്ട്, അതുകൂടാണ്ട് ചെറിയ ഹൗസ് ബോട്ടും ഉണ്ട്. മിനിമം ചാർജ് 40 രൂപയാണ് വരുന്നത്. 40 രൂപയാണെങ്കിൽ ഇവന്മാർ ഈ ബോട്ടിൽ കയറ്റിയിട്ട് 2 ചുറ്റി ചുറ്റിയിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും. പിന്നെ ടൈം കൂടുന്നതനുസരിച്ച് റേറ്റും കൂടുമെന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയില്ല.
പിന്നെ ഇവിടെ കണ്ടൊരു ടെക്നോളജി എന്ന് പറയാൻ നേരത്ത് ഈ ഫാനിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവന്മാർ 2-3 നോസിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അവത്തിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. അപ്പോൾ ഫാൻ കറങ്ങുന്നതിനൊപ്പം തന്നെ ഒരു വെള്ളം ഇവർ മേത്തോട്ട് ചീറ്റിക്കുന്നുണ്ടായിരുന്നു. ഈ തെറിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ഒരു ഉറപ്പും ഇല്ല അത് സ്റ്റെറൈലാണോ അല്ലേ എന്നൊക്കെ. ആയിരിക്കാൻ സാധ്യതയില്ല. ഇൻ കേസ് വല്ല നൈഗ്ലീറിയ ഫൗളേറിയൊക്കെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന പല അസുഖവും അവരുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കളിപ്പാട്ട കടയിലൊക്കെ കയറി എല്ലാ സാധനത്തിനും വില ചോദിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ ലാസ്റ്റ് ഒന്നും വാങ്ങുന്നുമില്ല കേട്ടോ. പിന്നെ ഗൈസ് പെർളശ്ശേരി കണ്ടിരുന്നൊരു കാഴ്ച നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതായത് ഈ നിൽക്കുന്ന പുള്ളി ഇതെന്ത് കലാരൂപമെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്കും ദേവി പുള്ളിയോട് പറയും, പുള്ളി ഈ ആൾക്കാരോട് പറയും. അത് കേൾക്കാനാണ് എത്ര ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. പുള്ളിയും മനുഷ്യർ, നമ്മളും മനുഷ്യർ, നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, പുള്ളിയും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദേവി പുള്ളിയോട് മാത്രമേ പറയുന്നുള്ളൂ. അത് കേൾക്കാൻ ദക്ഷിണയും കൊടുത്ത് കുറേ പേരിങ്ങനെ പോയി നിൽക്കുന്നത് എന്താണല്ലേ. ഇത് തന്നെയാണ് കുറേ എണ്ണം കുമ്പസാരിക്കാനെന്ന് പറഞ്ഞാൽ പള്ളിയിലച്ഛൻ്റെ അടുക്ക് പോകുന്നുണ്ട്. പള്ളിയിലച്ഛൻ അത് ദൈവത്തിനോട് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്താ പവർ കുറവാണോ? ദൈവത്തിനോട് ഡയറക്റ്റ് പറഞ്ഞാൽ കേൾക്കില്ലേ. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ ബൈ.